الله وبالله وعلى الله فليتوكل المؤمنون اللهم اجعل كيدهم في نحورهم واكفنا شرورهم حسبي الله وكفى سمي الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين أما بعد മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനിൽ വിശ്വസിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ആത്മീയവും വിദ്യാഭ്യാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതികൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവരാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് മഹല്ല് ജമാഅത്ത് എന്ന് പറയുന്നത്. ഇത് ഒരു നിലക്ക് പറയുകയാണെങ്കിൽ കേരളത്തിലും കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലും മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളക്കാരുടെ ഏറ്റവും വലിയ ഒരു പുരോഗതിയുടെ അടിസ്ഥാനവും ഇതാണ്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ച കാലഘട്ടം മുതൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നതാണ്. അത് മാലിക് ബിനു ദീനാറിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ഉണ്ട്. രണ്ടാമത്തേത് മദ്രസകളുമായി ബന്ധപ്പെട്ട് മുസ്ലിം ഉമ്മത്ത് ജീവിച്ചു പോരുന്നതാണ്. അത് 920-കൾക്ക് ശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമാകുന്നതും. സമസ്തക്ക് കീഴിൽ ധാരാളം പദ്ധതികളും പരിപാടികളുമുണ്ട്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സുന്നി യുവജന സംഘം എന്ന SYS അതും പ്രധാനപ്പെട്ടതാണ്. വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന SKSSF അതിലേറെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സുന്നി ബാലവേദി എന്ന ഒരു സംവിധാനവും നമുക്കുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോവുകയാണ്. നേരത്തെ അഖിലേന്ത്യാ തലത്തിൽ ഉണ്ട്, പക്ഷെ അത് കേരളവുമായി ചേർന്നുകൊണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ വലിയ വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഒന്നും കൂടി വലുതായി ചിന്തിക്കുക എന്നുള്ള നിലയിലേക്ക് ബഹുമാനപ്പെട്ട സമസ്ത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് അത് പത്രത്തിൽ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ഇന്നത് നൽകാൻ കാരണം നാളെ വെള്ളിയാഴ്ച സമസ്തയുടെ കൈത്താങ് പദ്ധതി എന്ന ഒരു പദ്ധതി എല്ലാ വർഷവും ഒരു വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ അതിനെക്കുറിച്ച് ആളുകളോട് പറയുകയും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സംഭാവന വാങ്ങുകയും ചെയ്യാറുണ്ട്. അത് നാളെയാണ്. അതുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിലുള്ള സമസ്തയുടെ പദ്ധതികളെ ഇന്ന് പത്രങ്ങളിൽ പ്രാധാന്യത്തോടുകൂടെ കൊടുക്കാനുണ്ടായ കാരണം. ഇതിൻ്റെ എല്ലാം കീഴിൽ മഹല്ലത്തുകളിൽ ഇതുപോലുള്ള പരിപാടികൾ എല്ലാം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഉത്ബോധന പ്രവർത്തനങ്ങൾ നടത്താൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. 2 ആഴ്ച മുമ്പ്, 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു രാത്രിയിൽ താനൂർ നിയോജക മണ്ഡലത്തിലെ
ഒരു പ്രദേശത്ത് രക്ഷിതാക്കളുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ പോയി. പെണ്ണുങ്ങളാരോ വർത്താനം പറയുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞാൽ കുഴപ്പമില്ല, വലിയവർ പറയാൻ പാടില്ല. കുട്ടികൾക്ക് ചെറിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്, അത് വലിയവർക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കൽ നിർബന്ധമാണ്, സുന്നത്തല്ല, നിർബന്ധമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് നോക്കണില്ല എന്ന്. പക്ഷെ സംഗതി ഞാൻ നോക്കുന്നുണ്ട്, നിങ്ങളെന്താ അവിടെ കാട്ടണതെന്നൊക്കെ. അതിപ്പോൾ ഇങ്ങനെ നോക്കിയാലും കാണും എന്താ ഇപ്പം നിങ്ങൾ കാട്ടണതെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാതാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ താനൂരിൽ ഒരു പരിപാടിയിൽ പോയി പടുത്ത് രക്ഷിതാക്കളുടെ ഒരു മീറ്റിംഗാണ്. അതിൽ താനൂർ DYSP മൂസ സാഹിബ് എന്ന് പറയുന്ന ആൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ആ മഹല്ലിൽ താമസക്കാരനാണ്, ഓലപ്പീടിക എന്ന് പറയുന്ന മഹല്ലിൽ. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ട് കുറേ കാര്യം പറഞ്ഞു, 2 എനിക്ക് വല്ലാതെ മനസ്സ് പിടിച്ചു. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പോലീസുകാരെ 2ാം കട പൗരന്മാരായി കാണരുത്, 1ാം തരക്കാരായിട്ട് കാണണം. ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല, അങ്ങനെ ഒരിക്കലും ആകരുത്. ഞങ്ങളൊരു നിയമം ഉണ്ടാക്കണില്ല, നിങ്ങൾ തെരഞ്ഞെടുത്ത ആളുകൾ ഉണ്ടാക്കിയ നിയമങ്ങളെ നടപ്പിൽ വരുത്തുക മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഒരു കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കും തോന്നി. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ജനങ്ങളും ഒരു നിയമം വന്നാൽ ഈ നിയമത്തെ എങ്ങനെ അംഗീകരിക്കാം എന്ന് ശ്രമിക്കുമ്പോൾ, ഇന്ത്യക്കാരുടെ മാത്രം പ്രത്യേകത ഒരു നിയമം വന്നാൽ ആ നിയമത്തെ എങ്ങനെ ലംഘിക്കാം എന്ന് നോക്കുമെന്നതാണ്. അത് ഗവൺമെൻറ് നിയമം മാത്രമല്ല, പള്ളിക്കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ വരെ എങ്ങനെ ലംഘിക്കാം എന്നാണ് നമ്മൾ നോക്കുക. ഗവൺമെൻറ്റിന് മാത്രമല്ല, അത് ഏതായാലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു നിയമം വന്നാൽ ഈ നിയമം എങ്ങനെ പാലിക്കാം എന്ന് ശ്രമിക്കും. മുമ്പ് നമ്മളെ നാട്ടിൽ റേഷൻ പീടിയിൽ മണ്ണെണ്ണ കരിഞ്ചന്തക്ക് വിൽക്കുമായിരുന്നു. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് മണ്ണെണ്ണക്ക് നീല കളർ കൊണ്ടുവന്നു. റേഷൻ പീടിയിലെ മണ്ണെണ്ണക്ക് നീല കളറാണ്. ആ മണ്ണെണ്ണ ഇറക്കാൻ വേണ്ടി വരുന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവർ എടുത്ത് അതിൽ ഒറ്റിക്കാൻ ഒരു മരുന്നുണ്ടാവും, അത് ഒറ്റിച്ചാൽ നീല കളർ പോകും. ഒരു നിയമം വന്നാൽ ലോകത്തെ എല്ലായിടത്തുള്ള മനുഷ്യന്മാരും ആ നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുമെങ്കിൽ ഇന്ത്യക്കാർ നമുക്കതെങ്ങനെ ലംഘിക്കാം എന്ന് നോക്കും. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാർ മദീനക്കാരാണെന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണത്രേ. മദീനക്കാരെ കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഒമാനികളാണ് എന്നാണ് പറഞ്ഞത്. ഒമാൻകാർ. ഒമാനിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ റോഡ് മുറിച്ചടക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ വണ്ടി കൊണ്ട് വരുന്ന ആൾ എത്ര സ്പീഡിലാണെങ്കിലും വണ്ടി ചവിട്ടി നിർത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാട്ടും, പൊയ്ക്കോളി അറിയും. അങ്ങനെ നമ്മൾ അക്കരമക്ക് പോയതിൻ്റെ ശേഷം വണ്ടി എടുത്ത് പോവുള്ളൂ. ഒരാൾ അങ്ങനെ നിർത്താതെ പോകുന്നുണ്ടെങ്കിൽ അയാൾ മലയാളിക്കാരെന്നാണ്. ഒമാനി അങ്ങനെ ചെയ്യൂല എന്നാണ്. അപ്പോൾ അതാണ് നമ്മളൊരു സ്വഭാവം. ഒരു നിയമം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ലംഘിക്കാം എന്നതാണ് നമ്മുടെ നോട്ടം. ബാക്കി ലോകത്തെ എല്ലാ മനുഷ്യന്മാരും നിയമം എങ്ങനെ പാലിക്കാം എന്ന് നോക്കുന്നവരാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ നിയമത്തെ കൃത്യമായി പാലിക്കണം. നമ്മൾ വണ്ടിയേറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ ഉണ്ടാവണം, അതിൻ്റെ ഇൻഷുറിൻ്റെ കടലാസ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ടാക്സ് അടച്ചിരിക്കണം, എന്നിട്ട് ഓടണം. ഓട്ടുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. നിയമത്തെ നമ്മൾ പാലിക്കുകയാണ് വേണ്ടത്. നിയമം ലംഘിച്ചിട്ട് അത് പേറിയ ഒരു 100 റുപ്യ കൊടുത്താൽ പോരെ എന്ന് പറയലല്ല. ആ 100 റുപ്യ കൊടുക്കരുത്, അതാണ് അഭിമാനം. അങ്ങനെ ഒരു 100 റുപ്യ കൊടുക്കാനുള്ള വക ഉണ്ടാകരുത് എന്നുള്ളതാണ് അഭിമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് 17.5 ലക്ഷം കോടി രൂപ ചെലവഴിച്ചു. 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നു. 17.5 ലക്ഷം റുപ്യല്ല, 17.5 ലക്ഷം കോടി ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റൂല എമൗണ്ട്. അത്രയും പൈസ ചിലവാക്കിയിട്ട്
ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നിട്ട് ഖത്തറിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസ് ഒരെണ്ണാണ്. ഒരു കേസ് വിദേശത്തുനിന്ന് വന്ന ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു കേസ് എടുത്തു, അത് മാത്രമാണ്. താനൂർ നിയോജക മണ്ഡലത്തിൽ രജിസ്റ്റർ ചെയ്തത് 2 കേസാണ്. ഖത്തറിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത സ്ത്രീയെ അപ്പം തന്നെ ജാമ്യത്ത് വിട്ടു. താനൂരിൽ രജിസ്റ്റർ ചെയ്ത 2 കേസിൽ അകപ്പെട്ട 2 ആളുകൾ റിമാൻഡിലാണ്, അതായത് ജയിലിലാണ്. വിടാൻ പറ്റിയ കേസല്ല എന്നർത്ഥം, മറ്റേത് വിടാൻ പറ്റിയ കേസായിരുന്നു. ഇതാണ് നമ്മളൊരവസ്ഥ എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമ്മളിതിൻ്റെ കണക്കുകൾ ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. പരിഹാരം എന്താണ് എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. എന്താണ് പരിഹാരം? വെള്ളിയാഴ്ച ജുമക്ക് വന്നാൽ കുട്ടികൾ തട്ടിൻ്റെ മേലെ കയറിയിരുന്ന് വർത്താനം പറയുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അഭിപ്രായമുണ്ട്. എന്നാൽ ആ കുട്ടികളൊക്കെ വാപ്പുള്ളവർ തന്നെയാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉമ്മ വെച്ചതാണ്, വാപ്പണ്ടേനും, അല്ലാത്തതില്ല. ജുമ്മ കഴിഞ്ഞിട്ട് പോകുമ്പോൾ പീടി കയറിയിട്ട് എന്താ അപ്പം ഈ ചെറുക്കന്മാരൊക്കെ ഒരു മട്ടം, വെള്ളിയാഴ്ച വന്നുകാണ്ട് പള്ളിൻ്റെ മേലെ കയറിയിരുന്ന് കണ്ട് ഒരു വർത്തമാനം പറയുകയാണല്ലോ എന്ന് പറയണ ആ വാപ്പ ഉച്ചക്ക് ചോറ് കഴിക്കാൻ പെരേക്ക് ചെല്ലുമ്പോൾ ഓൻ്റെ മകനെ കാണുമ്പോൾ ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയം എന്നോ തീരും. അതിന് തയ്യാറില്ല, അങ്ങാടിയിൽ നിന്ന് അഭിപ്രായം പറയാൻ മാത്രമേ തയ്യാറുള്ളൂ. ഇതാണ് സംഗതി. പൂച്ചക്കൂടി മനസ്സിലായി ഞാൻ എന്തോ കാര്യമായിട്ടൊരു വിഷയം പറയുന്നുണ്ട് എന്നുള്ളത്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ കാട്ടുക? ഈ പള്ളിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് വർത്താനം പറയുന്ന കുട്ടികൾക്ക് മൊത്തത്തിൽ വാപ്പാരുണ്ട്. മിക്കവാറും നാട്ടിൽ തന്നെ ഉണ്ടാവും, വിദേശത്തൊന്നുമല്ല. ഓൽക്ക് ആ ഉച്ചക്ക് കുട്ടി ചോറയിക്കാൻ വരുമ്പോൾ അതൊക്കെ ഞാൻ പറയുമ്പോൾ ചെറുപ്പക്കാരെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമായിട്ടുള്ളത്, മോശപ്പെട്ട അഭിപ്രായക്കാരനല്ല ഞാൻ. യുവാക്കളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരാന്നേ ഉള്ളൂ. ഉച്ചക്ക് ചോറയിക്കാൻ വേണ്ടി ആ കുട്ടി പെരേക്ക് വരും, ബാപ്പാൻ്റെ അടുത്തേക്ക് വരും. അപ്പം ഡൈനിങ് ഹാളിൽ ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചോറ് വയ്ക്കുമ്പോൾ, ചോറ് വേയിക്കണം, അത് വേറെ കാര്യം, അങ്ങനെയാണ് ചോറ് വയ്ക്കേണ്ടത്. അങ്ങനെ ചോറ് വയ്ക്കുമ്പോൾ ഒന്ന് അവനാൻ്റെ മക്കളോട് ചോദിച്ചാൽ മതിയടാ മോനെ, ഇന്ന് വെള്ളിയാഴ്ച പള്ളിക്കല മേലൊന്നും വല്ലാതെ വർത്താനം കേട്ടിരുന്നു, വാപ്പാൻ്റെ കുട്ടി അതിലില്ലല്ലോ എന്നൊന്ന് ചോദിച്ചിരിക്കുകയാണെങ്കിൽ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത വെള്ളിയാഴ്ച അവൻ അതിന് നിൽക്കൂല. പക്ഷെ ഒരു വാപ്പിയും ചോദിക്കാൻ തയ്യാറില്ല. ഓൻ ശനിയാഴ്ച അങ്ങാടിയിൽ വന്നിട്ട് വേണമെങ്കിൽ പറയും എന്താണ് ഇപ്പോൾ ഇവിടെ ജുമയ്ക്ക് വന്നാൽ എന്ന് പറഞ്ഞാണ്ട് 4 ഡയലോഗ് അടിക്കും. അതുകൊണ്ടൊരു കാര്യമില്ല. പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു പ്രയോജനമില്ലല്ലോ. 50 കോടി രൂപയുടെ മദ്യമാണ് ഇക്കഴിഞ്ഞ ന്യൂ ഇയറിന് കേരളത്തിൽ വിൽപ്പന നടത്തിയത്. സാധാരണ 30 കോടിയുടെ കച്ചവടം ഉണ്ടാകുക, ന്യൂ ഇയറിൻ്റെ അന്ന് 50 കോടി റുപ്യൻ്റെ കച്ചവടം കേരളത്തിലുണ്ടായി എന്നാണ് പത്രത്തിൽ വന്ന കണക്ക്. കണക്ക് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. സംഗതി അമ്മക്ക് നമ്മളെ കുട്ടി വലുത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ആവേണ്ടതും. നമ്മളെ കുട്ടി അമ്മക്ക് ഒരിക്കലും മോശമാകരുത്. അവനാൻ്റെ മക്കളെ പറ്റി അവനാന് മോശപ്പെട്ട അഭിപ്രായവും ഉണ്ടാകരുത്, അതൊക്കെ ശരിയാണ്. പക്ഷെ ശ്രദ്ധ എന്തായാലും വേണമല്ലോ. അത്തിപരസ്ഥാൻ്റെ അടുത്ത് ആരെങ്കിലും കുട്ടികളേറ്റ് വന്നിട്ട് ഇവൻ തീരെ പഠിക്കൂല എന്ന് പറഞ്ഞാൽ അപ്പം ചീത്ത അറിയും. അവനാൻ്റെ മക്കളെ പറ്റി അവനാനെ നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ ആർക്കും ഉണ്ടാകുക എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഇവൻ ഒന്നും കൂടി ഉഷാറാകാൻ വേണ്ടി ഉസ്താദ് നിങ്ങളൊന്ന് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മോശമാണെന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അവൻ്റെ മക്കളെ പറ്റിയിട്ടും അവനാൻ്റെ ആൾക്കാരെ പറ്റിയിട്ടും അവനാനും മോശപ്പെട്ട അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതൊരു ശരിയാണ്. പക്ഷെ അത് കരുതിയിട്ട് ശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല എന്ന് അർത്ഥമില്ല. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെയും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെയും പ്രത്യേകത, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശവും ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്നാണ് ഉണ്ടായിരിക്കുക. ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം ആക്കത്തിനെ കിട്ടുള്ളൂ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്താദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട് ലോകത്ത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി ഇസ്ലാം സയ്യിദുൽ അംബിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അംബിയാക്കളുടെ നേതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സത്യത്തിൽ അംബിയാക്കളുടെ നേതാവ് അബുൽ ബഷറായ ആദം നബി അലൈഹി ഇസ്ലാമാണ് ആകേണ്ടിയിരുന്നത്. പക്ഷെ ആ പേര് കിട്ടിയത് നൂഹ് നബിക്കാണ്. അതിൻ്റെ കാരണം നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ലോകത്ത് ആദ്യമായി മുശ്രിക്കുകൾ ഉണ്ടായത്. 950 കൊല്ലം ഓലോട്
ഷിർക്കിൽ നിന്ന് മടങ്ങണമെന്ന് പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് മടങ്ങിയത്. എന്താ അതിൻ്റെ അർത്ഥം വെച്ചാൽ ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം പെട്ടെന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായില്ല? വെള്ളിയാഴ്ച ഒരു ചെറുപ്പക്കാരൻ കുട്ടി ജുമയ്ക്ക് ചെന്നപ്പോൾ ലേശം നേരം വൈകിയിരുന്നു. അപ്പം ഇനിയിപ്പോൾ ഇന്ന് മേലക്ക് കയറാനാവില്ല എന്ന് കരുതിങ്ങാണ്ട് പുറത്തെ പള്ളിയിലിരുന്നു. ഏതായാലും ഇപ്പം ഞാൻ അവിടെ ഇരുന്ന സ്ഥിതിക്ക് ദുആ കഴിഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചുകൊണ്ട് ഓൻ അവിടെ ഇരുന്നു. ദുആ കഴിഞ്ഞപ്പോൾ ഏതായാലും കുറേ പരിചയക്കാരൊക്കെ കാണാണ്ട് ഓൽക്കൊന്ന് കയ്യൊടുക്കാമെന്ന് തീരുമാനിച്ച് കയ്യും കൊടുത്തു. അപ്പോൾ വാപ്പാക്ക് തോന്നി ചെറുക്കൻ നന്നായിട്ടുണ്ട്. കാരണം ഓൻ ഈ വെള്ളിയാഴ്ച താഴെയാണ് ഇരുന്നത്, വർത്താനം പറഞ്ഞിട്ടില്ല, ദുആ കഴിഞ്ഞിട്ടാണ് പോണത്, എല്ലാവർക്കും കയ്യൊടുത്തിട്ടാണ് പോണത്, ചെറുക്കൻ നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇലാഹിയായ പ്രവർത്തനങ്ങളുടെ രസം അത്ര വേഗം കിട്ടൂല. അതേ സമയത്ത് ഒരു കൊല്ലം പൂരത്തിന് പോയാൽ എഴുതി വെച്ചോളി, അടുത്ത കൊല്ലം ഓർമ്മപ്പെടുത്തുകൂടി വേണ്ടി വരില്ല, ഓൻ പൊയ്ക്കോളും. ശൈത്താനിയായ പ്രവർത്തനത്തിൻ്റെ രസം വേഗമാണ്, ഇലാഹിയായ പ്രവർത്തനത്തിൻ്റെ രസം സാവകാശമാണ്. അതുകൊണ്ട് ഒരുക്ക വയതിന് പോയി എന്ന് എഴുതിയിട്ടോ എന്നും വയതിന് പോകുമൊന്നുമില്ല. ഒരിക്കങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കയ്യെട്ടിങ്ങാണ്ട് സാലിം വൈസിൻ്റെ പ്രസംഗം കേട്ടു എന്ന് എഴുതിയിട്ട് എന്നും കേൾക്കൊന്നുമില്ല. അങ്ങനെ വേറെ എന്താ കയ്യെട്ടണം, പിന്നെ എപ്പോഴും ഇതേമാതിരി കയ്യെട്ടണം. അങ്ങനെയാണ്. ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശമാണ്. എന്നാൽ ശൈത്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗങ്ങളിലേക്ക് ആളുകൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തമാശക്ക് ഒരിക്കൽ ജുമയ്ക്ക് പോയി എഴുതിയിട്ട് പോയെന്നും പോവില്ല. തമാശക്ക് ഒരു ദിവസം ദൂരം നിക്കരിച്ചു എഴുതിയിട്ട് പോയെന്നും നിക്കരിച്ചില്ല. അതേ സമയത്ത് തമാശക്ക് ഒരിക്കൽ കഞ്ചാവ് വലിച്ചാവോ എപ്പോഴും വലിക്കും. കാരണം അത് ശൈത്താനിയായ പ്രവർത്തനമാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. അത് മ്ലേച്ഛമായതും പൈശാചികമായ പ്രവർത്തനങ്ങളിൽ പെട്ടതുമാകുന്നു എന്ന് ഖുർആൻ നസ്സാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ രസം വേഗത്തിൽ കിട്ടും. അതുകൊണ്ട് യുവസമൂഹത്തോട്, പുതിയ തലമുറയോട് നമ്മൾ പറയുന്നത്, തമാശക്ക് ഒരിക്കൽ പോലും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം അത് തമാശക്ക് ഉപയോഗിച്ചാൽ തന്നെ പിടികൂടുന്നതാണ്. കാരണം അത് ശൈത്താനിയത്താണ്. ശൈത്താനിയത്ത് വേഗം പിടിക്കും, ഇലാഹിയത്ത് സാവകാശേ പിടിക്കുള്ളൂ. 1000-ഓളം കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ട് 100-ൽ താഴെ ആളുകളാണ് ഇലാഹിയത്തിലേക്ക് മടങ്ങിയത്. ബാക്കിയുള്ളവരൊക്കെ ശൈത്താനിയത്തിൽ ഉറച്ചുന്നു. ഇനി മക്കത്ത് നോക്കിയാലോ അങ്ങനെ തന്നെയാണ്. മക്ക പഴയ കാലത്ത് മുശ്രിക്കുകളുടെ നാടല്ല. മക്ക എന്ന് പറയുന്നത് വളരെ പഴയ കാലം മുതൽ മുശ്രിക്കുകളുടെ നാടൊന്നുമല്ല. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിലാണ് മക്കക്കാരുള്ളത്. അവിടെ ശിർക്ക് വന്നത് കഅബയുടെ പ്രസിഡന്റായിരുന്ന അബൂ ത്വാലിബിൻ്റെ തൊട്ട് മുമ്പാണ്. അബൂ താലിബ് പ്രസിഡന്റ് ആകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ലോകസഞ്ചാരിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് കഅബയുടെ നേതൃത്വം അബൂ ത്വാലിബിൻ്റെ അടുത്താണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ലോകസഞ്ചാരിയും വ്യാപാരിയുമായിരുന്നു. അദ്ദേഹം ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗക്കാരെ കണ്ടു. ഓലപ്പോരീസം കൂടി മൂപ്പർക്ക് അതിൻ്റെ രസം കിട്ടി. മൂപ്പർക്ക് അതിൻ്റെ രസം കിട്ടിയപ്പോൾ ഓലോട് ചോദിച്ചു, എനിക്ക് വിഗ്രഹാരാധന ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. പഠിപ്പിച്ചു തരാലോ എന്ന് പറഞ്ഞു. നമുക്ക് വിചാരിക്കും വിഗ്രഹാരാധന ഇപ്പം അതിനകത്തരം പഠിക്കാനൊന്നുമില്ല, അത് കല്ലിൻ്റെ മുമ്പ് പോയിട്ട് ഇങ്ങനെ ആട്ടുകയാണ് എന്ന്. അല്ല, അതും പഠിക്കാണ്ട്. അതൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പഠിപ്പിച്ചു. പഠിപ്പിച്ചുകാണ്ട് പിന്നെ മൂപ്പര് പോരുമ്പോൾ, കോഴ്സൊക്കെ പൂർത്തിയാക്കി പോരുമ്പോൾ ഒരു സമ്മാനം കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് വിഗ്രഹാരാധകരായ ആ നാട്ടുകാർ ഒരു സമ്മാനം കൊടുത്തു. ഹുബില എന്ന പേരായ ഒരു വിഗ്രഹത്തെയാണ് കൊടുത്തത്. ആ വിഗ്രഹമാണ് ആദ്യം കഅബയിൽ വന്നത്. അതാണ് പിൽക്കാലത്ത് ഹുബുലുല്ലാല എന്ന പേരിൽ അറിയപ്പെട്ട വിഗ്രഹമായി മാറിയത്. കുറഞ്ഞ കാലാണ്. അത് കഴിഞ്ഞ് അബ്ദുൽ മുത്തലിബിൻ്റെ കാലം വന്നപ്പോഴേക്ക് പടച്ചോന്മാര് വന്ന് കഅബൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് വരാന്തേക്ക് ഇറങ്ങി. പടച്ചോന്മാരോട് വന്നു കൂടിയിട്ടേ കഅബൻ്റെ ഉള്ളിൽ മൂപ്പർക്ക് ഇരിക്കാൻ നേരമില്ല, സ്ഥലമില്ല. അങ്ങനെ വരാന്തേക്കൊക്കെ ഇറങ്ങൽ തുടങ്ങി.
അതുമാത്രവുമല്ല, മക്കയിൽ വിഗ്രഹ കച്ചവടക്കാരുണ്ടായി. ഉദാഹരണം, സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാണ് അബൂ ഖുഹാഫ. ഉസ്മാൻ എന്നാണ് മഹാനവറുകളുടെ പേര്. വിഗ്രഹ കച്ചവടക്കാരനാണ്. ജ്വല്ലറി ആയിരുന്നു മൂപ്പർക്ക് എന്ന് ഞാൻ പറയലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പുതപ്പ് കച്ചവടമായിരുന്നു. പുതപ്പ് കച്ചവടം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഈ തണുപ്പ് കാലത്ത് ഇങ്ങനെ തുണിയൊക്കെ ഇങ്ങനെ ഉള്ളിൽ എടുത്തിട്ട് കുറേ പുതപ്പൊക്കെ ഏറ്റിങ്ങാണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വരുമല്ല, അതേമാതിരിയാണ് എന്ന് കരുതും. അങ്ങനെയല്ല. പുതപ്പ് കച്ചവടം എന്ന് പറയാൻ കാരണം അന്ന് ഇടുക്കലും പുതപ്പാണ്, പുതക്കലും പുതപ്പാണ്. അപ്പോൾ പ്രധാനപ്പെട്ട വസ്ത്രം പുതപ്പായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. തുണി വ്യാപാരിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുതപ്പ് കച്ചവടക്കാരനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തുണി വ്യാപാരിയാണ്. നന്നാക്കി പറഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ടെക്സ്റ്റൈൽസ് ആണ്. മൂപ്പര വാപ്പാക്ക് ജ്വല്ലറിയാണ്. ജ്വല്ലറി എന്ന് പറയുമ്പോൾ നമ്മൾ അന്നത്തെ മാതിരി കാതത്തതും കൗത്തത്തതും അല്ല. സ്വർണത്തിൻ്റെ പടച്ചോന്, വെള്ളിൻ്റെ പടച്ചോന്, പഞ്ചലോഹങ്ങൾ ചേർത്ത പടച്ചോന്മാർ, ഇതായിരുന്നു വാപ്പാൻ്റെ കച്ചവടം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ, ഉസ്മാൻ എന്നാണ് പേര്. മക്കം ഫതഹിന്റെ സമയത്ത് മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. മക്കം ഫതഹിന്റെ സമയത്ത് മക്ക ഇസ്ലാമിന് ഫതഹായപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാപ്പാനെ തെരഞ്ഞുപോയി. ഒരുപാട് പ്രായമായിട്ടുണ്ട്, നീച്ചാനോ നടക്കാനൊന്നും വയ്യ, കണ്ണും കാണാനില്ല. വാപ്പാൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, വാപ്പാ ഇത് അബൂബക്കറാണ് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, മോനെ എനിക്കും എൻ്റെ മതത്തിലൊന്ന് കൂടണമെന്നുണ്ട്, അതിനിപ്പം നടക്കാനും വയ്യല്ല മോനെ, കണ്ണും കാണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ വാപ്പാനോട് എടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനെടുത്തു. ഇലാ ഹളറത്തി ഹബീബിനാ റസൂലുള്ളാഹി, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ എൻ്റെ വാപ്പയാണ് ഈ വന്നത്, നിങ്ങൾ കലിമ ചൊല്ലിക്കൊടുക്കണം എന്ന് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകി. മുസ്തഫായ നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖേ, നിങ്ങളെന്താ കരയണത്? ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാര നബിയേ, എൻ്റെ വാപ്പ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അളാപ്പ അബൂ താലിബ് അളാപ്പയാണോ മൂത്താപ്പയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് ചെറിയ മകൻ എന്നാണ് ശരിയായ അഭിപ്രായം. അങ്ങനെ വരുമ്പോൾ മൂത്താപ്പയാണ്. പിന്നെ അറബിയിൽ ഉപയോഗിച്ചാൽ അമ്മ എന്ന് ഉപയോഗിച്ചാൽ അത് അളാപ്പാക്കും മൂത്താപ്പാക്കും പറയും. അതുകൊണ്ട് അളാപ്പയാണ് മൂത്താപ്പയാണെന്ന് രണ്ടും പറയലുണ്ട്. എന്താവട്ടെ, അബ്ദുല്ലാന്റെ സഹോദരനാണ് റളിയല്ലാഹു അൻഹു. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചെല്ലൊക്കെ ചെയ്യാട്ടോ. മുപ്പര് നമ്മളിരുന്ന് പൈസ കടം വാങ്ങിക്കാണ്ട് മുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ. കഫ്തീരിയൊക്കെ പൈസ വാങ്ങിക്കാണ്ട് പിന്നെ തരാതെ നാട്ടിൽ പോയിക്കണോ? ഇല്ലല്ലോ. അബ്ദുള്ള നബി തങ്ങളുടെ വാപ്പ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോടി, ധൈര്യം ഒരു കുഴപ്പമില്ല, ചെല്ലാം, ഒരു കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് അങ്ങനെ ഒരു ധാരണപ്പശക് വന്നതാണ്, ചെല്ലാൻ പറ്റൂല. ആമിന ബി റളിയല്ലാഹു അൻഹ എന്ന് മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിയതാണ്. അങ്ങനെയൊന്നുമല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ്. അപ്പൊ പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മൂത്താപ്പയായിരുന്നു വന്നതെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് കരച്ചിൽ വന്നത്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അബൂബക്കറേ, നിന്റെ വാപ്പ ഇസ്ലാമിലേക്ക് വരുന്നതിനേക്കാൾ എൻ്റെ മൂത്താപ്പ ഇസ്ലാമിലേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ കാരണമെന്തേ എന്ന് ചോദിച്ചോ. പറഞ്ഞു, അള്ളാന്റെ റസൂലേ, അതല്ലേ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാകുക എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെയാണ് പറഞ്ഞു. അതന്നെയാണ് എനിക്കും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവൻ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക്
വിഗ്രഹങ്ങളുടെ കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞതാണ്. അതായത് വളരെ ചെറിയ കാലമായിട്ടുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവരിൽ തൗഹീദ് പറഞ്ഞിട്ട് എന്തോ ഒരു മടിയാ ഓൽക്ക് വരാൻ. അവസാനം ജന്മനാട് ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകേണ്ടി വന്നു. അനുചരന്മാർ ഹബസീനിയയിലേക്ക് പോയി, മുത്തുനബി ത്വായിഫിലേക്ക് പോയി. എവിടെയും നിൽക്കാൻ കഴിയാതെ അവസാനം മദീനയിലേക്ക് മടങ്ങി വരില്ല എന്ന തീരുമാനത്തോടുകൂടെ യാത്ര ചെയ്തതാണ് ഹിജ്റ എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് വന്നു. അന്ന് അബൂ ഖുഹാഫ ഇസ്ലാം മതം സ്വീകരിക്കലുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശൈത്താനിയായ വിഷയത്തിൻ്റെ രസം വേഗം പരക്കും, ഇലാഹിയായ വിഷയത്തിൻ്റെ രസം സാവകാശാണ്. അത് വലിയൊരു തൗഫീഖാണ്. ഇലാഹിയായ വിഷയത്തിൻ്റെ രസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു തൗഫീഖാണ്. അത് ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു തൗഫീഖ് ഉണ്ടാവും. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരുണ്ട്. അതിൽ 4 ആള് 4 ഖലീഫമാരാണ്. 4 ആള് 4 ഖലീഫമാർ കഴിച്ചാൽ ബാക്കി 6 ആളും ഇസ്ലാമിലേക്ക് വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. 10 ആൾക്കാർക്കാണ് സ്വർഗം എന്ന് പുന്നാര നബി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 4 ആൾക്കാർ 4 ഖലീഫമാരാണ്. അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖാണ്. ബാക്കി 3 ആളുള്ളത് റളിയല്ലാഹു അൻഹു. ബാക്കി 6 ആൾക്കാരുണ്ട്. വബിത്വൽഹത്തിൻ സുമ്മ സുബൈരി വസഅദിഹിം വസഈദിഹിം ദിൽ മജ്ദി വല്ലാലായി വബിബ്നി ഔഫിൻ മൻ സമാ ഫലകൽ ഉലാ വഅബി ഉബൈദത സയ്യിദിൽ ഉമനായി أمن علي بتوبة مقبولة تمحو بها عني عظيم خطائي رضوان ربي دائما يغشاهم منات الورقاء بالبطحاء. അതാണ് 6 ആൾക്കാർ. ഈ 6 ആൾക്കാരും ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതാണ് തൗഫീഖ് പറഞ്ഞത്. അത് തൗഫീഖാണ്. അപ്പൊ ഹിദായത്ത് വലിയൊരു തൗഫീഖാണ്. അതേ സമയത്ത് ശൈത്വാനിയത്ത് വേഗം പിടികൂടും. അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ലോണം നോക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ പറയണത്. എവിടുന്നും കൂടാം, ഏത് സ്ഥലത്തുനിന്നും ചെയ്ത്താൻ കൂടാം. മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ശൈത്വാനിയത്താകുന്നു. എങ്ങനെ നോക്കുക? ലക്ഷണങ്ങളെ നോക്കുകയാണ് വേണ്ടത്. എല്ലാവരും നോക്കണം. അവനവൻ്റെ കുട്ടികളെ, ആൺകുട്ടികളെ പ്രത്യേകിച്ച് നോക്കണം, പെൺകുട്ടികളെയും നോക്കണം. ആൺകുട്ടികളെയാണ് നല്ലോണം നോക്കേണ്ടത്. കാരണം പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാലും അതിൽ നിന്ന് മാറാൻ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ ആൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ മാറാൻ സാധ്യത കുറവാണ്. അതേസമയത്ത് പെൺകുട്ടികൾ പ്രണയത്തിൽ പെട്ടാൽ മാറാൻ സാധ്യത കുറയും. ആൺകുട്ടികൾ പ്രേമിക്കൽ മുതലാക്കാൻ വേണ്ടിയിട്ടാണ്. മുതലാവൂലാന്ന് തോന്നിയാൽ ഓല യുവാവും. അങ്ങനെയാണ്. അതുകൊണ്ട് ആൺകുട്ടികളെയാണ് ലഹരി ഉപയോഗത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ടത്. ഒഴിവാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. എങ്ങനെ നോക്കുക? ലക്ഷണങ്ങൾ നോക്കണം. ആരാ നോക്കേണ്ടത്? ഉമ്മയാണ് നോക്കേണ്ടത്. ലക്ഷണമാണ് നോക്കേണ്ടത്. ആരാ നോക്കേണ്ടത്? ഉമ്മ നോക്കണം. എന്താ ലക്ഷണം? ലക്ഷണം എന്ന് പറഞ്ഞാലേ പറഞ്ഞാൽ തീരൂല. ഓരോന്നിനും ഓരോ ലക്ഷണമാണ്. എല്ലാത്തിനും ഒരേ ലക്ഷണമല്ല. പണ്ടത്തെ ലക്ഷണമൊന്നും ഇപ്പം ഇല്ല. പണ്ടൊക്കെ കള്ളുടിച്ചാൽ ആടും. മനുഷ്യങ്ങനെ WWW എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വരിക. ഇപ്പം ആടൂല. ആട്ടം നിർത്തി. ആട്ടല്ല. പണ്ടൊക്കെ കള്ളുടിച്ചാൽ കണ്ണിന് ചുവപ്പ് കളർ ഉണ്ടായിരുന്നു. ഇപ്പം അതുണ്ടാവില്ല. ഇപ്പം അതിൻ്റെ ഒപ്പം തന്നെ കണ്ണിലൊറ്റിക്കാനുള്ള മരുന്ന് വേറെ കിട്ടും. നമ്മൾ നേരത്തെ മണ്ണെണ്ണയിൽ ഒറ്റിക്കാനുള്ള മരുന്നിൻ്റെ മാതിരിയാണ്. അടയാളം കണ്ണിന് ചുവപ്പ് ഉണ്ടാവില്ല. മുമ്പൊക്കെ മദ്യപിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ അടുത്തേക്ക് വരുമ്പോൾ ഒരു വാസന ഉണ്ടാവും. ഇപ്പം വാസന ഇല്ല. അതിന് പകരം ഊതിൻ്റെ വാസനയൊക്കെയുള്ള പാക്ക് കിട്ടും. ലഹരി ഉപയോഗിച്ചാണ്ട് അതാണ് തൊള്ളേക്ക് ഇട്ടാണ്ട് വന്നാൽ ഇപ്പം അബുദാബിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിങ്ങാണ്ട് വരികയെന്ന് തോന്നുള്ളൂ. ആ മാതിരി ഊതിൻ്റെ വാസനക്കാരൻ. അപ്പം അതുകൊണ്ട് ആ അടയാളം ഇല്ല. നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരു അടയാളം നിലവിലില്ല. പുതിയ അടയാളം പിടിക്കണം.
ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അടയാളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഈ 2022 ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, 23 അടയാളം ഇനി മാറും. അതുകൊണ്ട് പുതിയ അടയാളങ്ങളെ ശ്രദ്ധിക്കണം. എന്താ അടയാളം എന്ന് അറിയങ്ങൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, നിലവിലുള്ള സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. നിലവിലുള്ള എന്ത് സ്വഭാവമാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നല്ലോണം വർത്താനം പറഞ്ഞിരുന്ന കുട്ടിയായിരുന്നു, അപ്പോൾ തീരെ മുണ്ടണനില്ല. അല്ലെങ്കിൽ വല്ലാതൊന്നും ഉണ്ടാത്ത ആളായിരുന്നു, ഇപ്പോൾ പഞ്ചായത്ത് റേഡിയോ തുറന്നച്ച മാതിരി കൂട്ടണനല്ല തൊള്ള. ഇതാണ് നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെ എതിര്. നല്ലതായിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ചെറുക്കനായിരുന്നു, ഇപ്പോൾ അവന് തിന്നാൻ വേണ്ട. തീരെ തിന്നാത്തോനായിരുന്നു, ഇപ്പം തീറ്റ തന്നെയാണ് പ്രധാനപ്പെട്ട പണി. ഇമ്മാനോടും വാപ്പാനോടും നല്ല സ്നേഹത്തിൽ പെരുമാറിയ നാളായിരുന്നു, ഇപ്പോൾ വലിയ ദേഷ്യമാണ്. ഉമ്മാനോടും വാപ്പാനോടും നല്ല ദേഷ്യത്തിലാണ് എപ്പോഴും പെരുമാറിയുന്നത്. ഒരു 5-8 ദിവസമായിട്ട് എന്തോ ഒരു നല്ല കുട്ടിയാണെന്നോ ഉമ്മാനൊക്കെയാണ് അണിഞ്ഞൂട്ടി പിടിക്കുക. ബാപ്പാൻ്റെ കാലൊക്കെ കഴുകി കൊടുത്താൽ ഓനൻ കുടിച്ചും. ആ മാതിരി സ്വഭാവം മാറിയിരിക്കുകയാണെങ്കിൽ പള്ളിക്കന്ന് മൂലയിലെ വയത് കേട്ടതല്ല, അത് അത്ര പെട്ടെന്നാവൂല. അത് ഇലാഹിയത്താണ്, അത് സാവകാശം കിട്ടുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് മാറണമെങ്കിൽ ശൈത്താനിയത്തെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ശൈത്താനിയത്താണ് ലഹരി ഉപയോഗം, നിലവിലുള്ള സ്വഭാവത്തിൻ്റെ നേരെതിര്. അതുണ്ടെങ്കിൽ സൂക്ഷിക്കണം. പിന്നെ ഇനി ഓരോന്നിനും ഓരോ അടയാളങ്ങളാണ്, എല്ലാറ്റിനും ഒന്നല്ല. മൊത്തത്തിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എണ്ണി പറയാം. തടി മെല്ലിച്ചു വരിക അതൊരടയാളമാണ്. തടി ഇങ്ങനെ ശേഷിച്ച് മെല്ലിച്ചു വരിക. ഉറക്കം കുറഞ്ഞു വരിക അതൊരടയാളമാണ്. ഉറക്കം കുറഞ്ഞു വരിക. വാതിൽ കുറ്റിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുക എന്നതൊരടയാളമാണ്. വാപ്പാക്കുമ്മാക്കും പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായി കൂട്ടുകെട്ട് നടത്തുന്നത് കണ്ടാൽ അതൊരു അടയാളമാകുന്നു. എല്ലാവർക്കും അറിയുന്നതും നിലവിൽ ഉപകാരമില്ലാത്തതുമായ വസ്തുക്കളുടെ പേര് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ്. ഉദാഹരണം എല്ലാവർക്കും അറിയുന്ന സാധനമാണല്ലോ. അപ്പോൾ ഈ പൊടി എന്ന് പറഞ്ഞാൽ കട്ട, ചാക്ക്, സിമെന്റ്, CD ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയിപ്പോൾ ഈ സാധനം എന്താന്ന്. പക്ഷെ ഓരോ എന്താ സിമെന്റിന്റെ ആവശ്യം എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടണില്ല. ഇങ്ങനത്തെ വാക്കുകൾ ഇങ്ങനെ ആരോടെയൊക്കെ പറയണതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് അറിയണ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മലപ്പുറത്ത് എൻ്റെ നാട്ടിൽ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ഭാഷ നിങ്ങൾക്ക് തിരിയുന്നുണ്ടോയെന്നാ ചോദ്യം. ഉണ്ട്, തിരിയുണ്ട്. എന്നും കേൾക്കണതായതുകൊണ്ട് തിരിയുണ്ട്, അല്ലെങ്കിലും തിരിഞ്ഞേ പറ്റുള്ളൂ. അതായത് എല്ലാവർക്കും അറിയണ സാധനമാണ്. അപ്പോൾ ഓൻ ഫോൺ ചെയ്യണെന്ത്, ജാ സിമെന്റും ജാക്കേ അവിടെ ഇറക്കിയച്ചാന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി. ചെറുക്കൻ ഫോൺ ചെയ്യാണ്. അപ്പോൾ അവൻ പറയാണ് അവൻ്റെ ചങ്ങായിനോട്, ജാ സിമെന്റും ജാക്കേ നമ്മളെ മയമുട്ടിയുടെ ആ പിന്നെ പെട്ടിപ്പീടിൻ്റെ ബാക്കിൽ ഇറക്കി വെച്ചല്ലോ. സിമെന്റും ചാക്ക് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. പക്ഷെ ചെറുക്കന് തേപ്പും പടവൊന്നുമല്ല പണി. സിമെന്റും ചാക്ക് ഇറക്കി വെക്കേണ്ട ഒരു ആവശ്യം നോക്കിയിട്ട് കാണാനും ഇല്ല, എന്നാ സംശയിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു എന്ത് വെച്ചാൽ CD നമ്മൾ അബ്ദുറഹ്മാന്റെ പീടിയിൽ കൊടുത്തളാന്ന് പറഞ്ഞു. CD എല്ലാവർക്കും അറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ ഇടണേ. ആ സാധനത്തിന് ഇന്നും ഉപയോഗമില്ല. ഉപയോഗം ഉണ്ടാവും ആർക്കെന്നറിയോ? കമ്പ്യൂട്ടറുമായോ അല്ലാതെ ഇടപഴകുന്ന വലിയ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് എന്തെങ്കിലും ഡാറ്റകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെയാണ് ഈ സാധനം ആവശ്യം ഉണ്ടാവുള്ളൂ. നോർമലി ഒരാൾക്ക് ആവശ്യമുള്ള ഒരു സാധനമല്ല CD. പണ്ട് അങ്ങനെയല്ല, പണ്ട് അതൊക്കെ CD-യിലായിരുന്നു. ഇപ്പം അത് മൊബൈലിലാണല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ വാക്ക് ഇങ്ങനെ വല്ലാതെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനം, കല്ല്, കട്ട, സിമെന്റ്, മണല്, ചാക്ക്, കുപ്പായം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാവർക്കും അറിയും. സാധനം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയും, പക്ഷെ ഉപകാരം എന്താണെന്ന് മനസ്സിലാകണില്ല. അങ്ങനത്തെ സാധനങ്ങളുടെ പേര് നിരന്തരമായി കുട്ടികൾ ഫോണിലോ അല്ലാതെയോ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രധാനപ്പെട്ട ഒരടയാളമാണ്. 20 രൂപ, 30 രൂപ, 50 രൂപ പോലത്തെ ചെറിയ ചെറിയ കളവുകൾ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതൊരടയാളമാണ്. 20 റുപ്യ കാണാനില്ലാതായി, 10 റുപ്യ കാണാനില്ലാതായി, 30 റുപ്യ കാണാനില്ലാതായി. 10 റുപ്യ കാണാനില്ലാതായാലും ഇപ്പോൾ നമ്മൾ ആരെങ്കിലും അനൗൺസ് ചെയ്യുമോ? ഒരു 10 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കേണ്ടതാകുന്ന അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതാവുക, ചെറിയ പൈസ കളവ് പോവുക,
വീട്ടിൽ വെച്ചോടുത്ത് കാണാനില്ല, ഞാൻ ഇവിടെ തന്നെ അല്ലേ വെച്ചതെന്ന് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു സംശയം തോന്നുക, അതൊരു അടയാളമാണ്. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക. മൊബൈല്, ലാപ്ടോപ്പ്, സൈക്കിള്, ഇങ്ങനെയൊക്കെയുള്ള സാധനം ജീവിതത്തിൽ വളരെ താല്പര്യത്തോടുകൂടെ ഒരാൾ വാങ്ങുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന വസ്തുക്കൾ വിൽപ്പന നടത്താൻ വേണ്ടി ഒരാൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു അടയാളമാകുന്നു. കിടന്നുറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദനത്തിരി കത്തിച്ചതിൻ്റെ വാസന വരുന്നത് പോലെ തോന്നിയാൽ ഒരടയാളമാണ്. മകൻ താമസിക്കുന്ന റൂമിൽ ചെറിയ ബോക്സുകൾ, എന്താ ബോക്സ് എന്ന് അറിയാത്ത ചെറിയ ചെറിയ പെട്ടി കണ്ടാൽ അതൊരു അടയാളമാകുന്നു. പ്ലസ്, ഇൻറ്റു പോലത്തെ അടയാളങ്ങളിട്ട വസ്തുക്കൾ കണ്ടാൽ അതൊരു ലക്ഷണമാകുന്നു. എന്തൊരു സാധനം കണ്ടു, ഒരു ബോർഡ് പോലത്തെ ഒരു സാധനം, എന്തൊരു സാധനം, അല്ലെങ്കിൽ ഒരു പെട്ടി പോലത്തെ ഒരു സാധനം, അതിന്മേ പ്ലസ് അടയാളമിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻറ്റു അതായത് എക്സ് പോലെ അടയാളമിട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ അടയാളങ്ങളൊക്കെ ഉള്ള സാധനങ്ങൾ കണ്ടാൽ അതൊരു ലക്ഷണമാണ്. നമ്മൾ വിചാരിച്ച മാതിരി ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞാൽ കാണാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ A4 ഷീറ്റിൻ്റെ മോഡലൊക്കെ ഉണ്ട്. നോട്ടീസ് അതിൽ വെച്ചാൽ ഒരു കടലാസ് അധികം ഉണ്ട് എന്ന് മാത്രമേ തോന്നുള്ളൂ. അതിന്മേൽ ഒരു കഷ്ണം കീറിങ്ങാണ്ട് തൊള്ളേക്ക് ഇടുക, ഇതൊക്കെയാണ് പരിപാടി. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും പോലെയല്ല. അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം. രാവിലെ റൂം അടിച്ചു വാരുന്ന സമയത്ത് പേപ്പർ കത്തിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാകുന്നു. ഒഴിഞ്ഞിങ്ങനെ ഇരുന്നിട്ട് ദൂരേക്ക് നോക്കി അന്തം വിട്ടിരിക്കുന്നത് കണ്ടാൽ ലഹരി ഉപയോഗത്തിൻ്റെ അടയാളമാണ്. അടുത്ത കുടുംബക്കാരോട് വലിയ തോതിൽ ദേഷ്യപ്പെടുന്നത് കണ്ടാൽ ലഹരിയുടെ അടയാളമാണ്. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗമാണ്. ഇളയമാൻ്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് ഇടക്കിടക്ക് പോകുന്നെ. അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് കണ്ടാൽ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ലക്ഷണമാണ്. കണ്ണിൻ്റെ ചുറ്റുഭാഗത്തും കറുത്ത കളറ് പ്രത്യക്ഷപ്പെട്ട് വരുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. തടി മെല്ലിച്ച് വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ്. കുളിക്കാനും വസ്ത്രം മാറാനും താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ്. രാത്രി ഉറക്കം വളരെയധികം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗമാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ശരീരത്തിന് കൂടുതൽ ശക്തി കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലഹരിയുടെ ഉപയോഗത്തിൻ്റെ ലക്ഷണമാകുന്നു. അങ്ങനെ നീണ്ടുപോകും ലക്ഷണങ്ങൾ. എന്താ കാട്ടുക? 3 ലക്ഷണങ്ങൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ് നിങ്ങൾ കേട്ടതിൽ നിന്ന് 3 ലക്ഷണങ്ങൾ ഉണ്ട് എന്ന് തോന്നിയാൽ ഇതിലൊരു ഒന്നാണെങ്കിൽ വിട്ടാളി, 1 ലക്ഷണമൊക്കെ ആണെങ്കിൽ വിട്ടാളി. കണ്ണിന് ചെറിയൊരു ചോപ്പ് കാണാണ്ട് എന്ന് പറയാൻ നിൽക്കണ്ട. അതേസമയത്ത് 3 അടയാളമുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കൂടുതൽ ശ്രദ്ധിച്ചിട്ട് ലഹരിയുടെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലായാൽ എന്താ വേണ്ടത്? മറച്ചൊക്കെയല്ല വേണ്ടത് കേട്ടോ. പെട്ടതിനെയാണ്. പിന്നെ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് വലുതാകുകയും ചെയ്യുള്ളൂ. അത് വലുതായിട്ട് പിന്നെ എല്ലാവരും അറിയണ കോലത്തിലേക്കാണ് പുറത്തിയാടുക. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം എന്നറിയങ്ങൾ? ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം. എന്താ ശാസ്ത്രീയമായ ചികിത്സ എന്ന് പറഞ്ഞാൽ? ഡോക്ടറെ കാണിക്കണം. ആരാണ് ലഹരിക്കടിമപ്പെട്ട ആളെ ചികിത്സിക്കുന്ന ഡോക്ടർ? എന്താണ് അവിടേക്ക് പറയുന്ന പേര്? ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്. മദ്യം മയക്കിന് മരുന്നിന് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ഡി അഡിക്ഷൻ സെന്റർ എന്നാണ്. SKSFന്റെ ഡി അഡിക്ഷൻ സെന്റർ കുറ്റിപ്പുറത്തുണ്ട്. വെൽനസ് എന്നാണ് അതിൻ്റെ പേര്. യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. വെൽനസ് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. SKSFന്റെ ഡി അഡിക്ഷൻ സെന്റർ കുറ്റിപ്പുറത്ത് പാലത്തിൻ്റെ അടുത്തുണ്ട്. അല്ലെങ്കിൽ നമ്മളെ നാടിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. മൊബൈൽ എടുത്തിട്ട് അതിൽ ഗൂഗിൾ ഓൺ ആക്കിയിട്ട് അതിൽ ഡി അഡിക്ഷൻ സെന്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ബട്ടൺ കൊടുത്താൽ നമ്മളെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്ററിൻ്റെ പേരും ഫോൺ നമ്പറും അങ്ങോട്ട് എത്തിച്ചേരാനുള്ള ലൊക്കേഷൻ മാപ്പും കാണും. ഒരു മടിയില്ലാതെ മോനെ വിളിച്ചിട്ട് കൊണ്ടുപോവുക.
കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയെങ്കിൽ മരുന്ന് കൊടുക്കാതെ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറ്റുക. കൗൺസിലിംഗ് കൊണ്ട് മാത്രം മതിയാകുന്ന രൂപത്തിലല്ല എങ്കിൽ മരുന്നും ഒപ്പം കൗൺസിലിംഗും കൊടുത്ത് മാറ്റിയെടുത്തതിന് ശേഷം എവിടെ നിന്നാണോ ഈ മുസീബത്ത് കൂടിയിട്ടുള്ളത് ആ സ്ഥലത്തേക്ക് പിന്നെ പറഞ്ഞേക്കാതിരിക്കണം. മനസ്സിലായില്ലല്ലോ? ഇല്ല, അന്തം വിട്ടിരിക്കുകയാണ്. മനസ്സിലായിട്ടില്ല? മനസ്സിലായി. ശൈത്താനിയായ പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതാ തുടങ്ങിയോടത്തേക്ക് പിന്നെയും വിട്ടാൽ രണ്ടാമട്ടം തുടങ്ങും. ശൈത്താനിയായ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത രണ്ടാമത് വേഗവും വരും എന്നതാണ്. അതുകൊണ്ട് ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കരുത്. ഏത് ഹോസ്റ്റലിൽ നിന്നാണോ തുടങ്ങിയത് എത്ര നഷ്ടമുണ്ടായാലും അങ്ങോട്ട് പിന്നെ വിടാൻ പാടില്ല. ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണോ തുടങ്ങിയത് അങ്ങോട്ട് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. ഏത് ഖത്തറിൽ നിന്നാണോ തുടങ്ങിയത് ആ ഖത്തർക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല. എന്ത് നഷ്ടം ഉണ്ടായാലും ശരി, പറഞ്ഞേച്ചാൽ അത് ശൈത്താനിയായ പ്രവർത്തനമാണ്. രണ്ടാമതും കൂടും. മരുന്നെടുത്തിട്ടൊന്നും കാര്യമില്ല. എത്രയേ പോനെ ചികിത്സിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാറിയാ പിന്നെ ആ സാഹചര്യത്തിലേക്ക് വിടാൻ പാടില്ല. കുട്ടികളെ ആരാ വർത്താനം പറയണ്ട? ആൺകുട്ടികൾ അത് ഇവിടെയാണ്. ഓരോടന്നെ പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിയല്ലാരും. അപ്പൊ എന്തേ പറഞ്ഞത്? ആ സാഹചര്യത്തിലേക്ക് പിന്നെ വിടരുത്, എന്നാലേ മാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവനാൻ്റെ മക്കൾ അവനാ നല്ലോണം നോക്കുക. മറ്റുള്ളവർ നൽകുന്ന സൂചനകളും പരിശോധിക്കുക. ആരെങ്കിലും ഒരാൾ നമ്മളോട് നമ്മളെ മക്കളെ പറ്റിയൊരു സൂചന പറയുകയാണെങ്കിൽ ഓനെ മഴ എടുത്തുകൊണ്ട് വെട്ടാൻ നടക്കുകയല്ല. പിന്നെന്താ വേണ്ടത്? ഇന്നത്തെ കാലം അങ്ങനെയൊക്കെയാണ്, സാധ്യത ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മളൊന്ന് സൂക്ഷിച്ച് പരിശോധിക്കാൻ തയ്യാറാകുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലാതെ ഓനോട് ആരെങ്കിലും ഒരാളിപ്പോൾ നമ്മളോട് എന്തെങ്കിലും ഒന്ന് നമ്മളെ മക്കളെ പറ്റി പറഞ്ഞാൽ ഓപ്പോൾ വലിയ കുറേശ്ശോ നിൽക്കണം, ഓൻ്റെ കുട്ടികളൊക്കെ ഇപ്പോൾ എത്ര ഉഷാറാന്ന് പറയാൻ നിൽക്കലല്ല. പിന്നെ ഒരാൾ തരുന്ന സൂചന ഒന്ന് പരിശോധിച്ചിട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഉണ്ടെങ്കിൽ ചികിത്സ നൽകി മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് ശക്തമായ ചികിത്സ നൽകി മാറ്റിയെടുക്കാൻ തയ്യാറാവണം. തന്നെയാണ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോ മനുഷ്യന്റെ ബുദ്ധിയെ മയക്കിക്കിടക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ടെന്ന്. ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് സ്വാധീനിക്കുന്നത്. ബുദ്ധി മയക്കി കിടത്തിയാൽ എന്താ ഉള്ളത്? പ്രതിഭകൾ ഇല്ലാതെയാവും. ഈ ഉൾനാടുകളിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ല, അങ്ങാടികളിലൊക്കെ ഇപ്പോൾ വേറൊരു സംഭവം എത്തിയിട്ടുണ്ട്. അതെന്താ പറയുക നിങ്ങൾ? അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഹൈവേ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യും. പല ഹൈവേയിലുള്ള പള്ളികളിലും മദ്രസകളിലൊക്കെ രക്ഷിതാക്കളെ മീറ്റിങ്ങിന് വേണ്ടി ചെല്ലും. അപ്പോൾ ഈ അങ്ങാടികളിലൊക്കെ പുതിയൊരു പരിപാടി വന്നിട്ടുള്ളത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടികളൊക്കെ 3, 4, 5 കുട്ടികൾ കൂടിങ്ങാണ്ട് അങ്ങാടിയിൽ റൂം വാടകയ്ക്ക് എടുക്കുക. ചിലയിടത്തൊക്കെ ക്ലബ്ബ് എന്ന് പേരിടും, ചിലയിടത്ത് ആ പേരും ഉണ്ടാവില്ല. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന ക്ലബ്ബുകളെ കുറിച്ച് ആക്ഷേപമല്ല കേട്ടോ ഞാനീ പറയണത്. ക്ലബ്ബ് എന്ന് പേരിട്ടോണ്ടൊരു സംഗതി മോശമാവുമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ പോരുന്ന സമയത്ത് അവിടെ കണ്ടു ബേബീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ തുണിങ്ങുപ്പായും കിട്ടുന്ന സ്ഥലം എന്നാണ്. അപ്പോൾ ക്ലബ്ബ് എന്ന് പേരായതുകൊണ്ട് സംഗതി മോശമാവുമൊന്നുമില്ല. ഞാൻ പേരിട്ടില്ല എന്ന് എഴുതിയിട്ട് നന്നാവില്ല. അങ്ങാടികളിലൊക്കെ ഇപ്പോൾ കാണുന്ന വലിയൊരു പ്രവണതയാണ് 5ഉം 10ഉം കുട്ടികൾ കൂടിങ്ങാണ്ട് ഒരു റൂം വാടകയ്ക്ക് എടുക്കുക. എന്നിട്ട് പെരേക്ക് മുളയില ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുക. +1 ഇങ്ങനെയാണ്ട് പോയി, പക്ഷെ പരീക്ഷ എഴുതൂല. +2ക്ക് തീരെ പോവില്ല, പഠനം നിർത്തി. എന്നിട്ട് ബ്രോസ്റ്റും 65ഉം അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് തിന്നുക. അതിന് കായില്ലെങ്കിൽ വാർപ്പിൻ്റെ പണിക്ക് പോവുക. പഠനം അതോടുകൂടി അവസാനിച്ചു. ഇനി വാർപ്പിൻ്റെ പണി കൊണ്ട് വേണ്ടത്ര പൈസ കിട്ടണില്ലെങ്കിൽ ലഹരി വിൽപ്പനയിലേക്ക് നീങ്ങുക. എന്നിട്ട് ഓർക്ക് വേണ്ടതൊക്കെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ഈ 8-10 ആൾക്കാർ ഓരോ റൂമിൽ. മലപ്പുറത്തിൻ്റെയും കൊണ്ടോട്ടിയുടെയും ഇടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ ഞാൻ പോയപ്പോൾ ആ നാട്ടുകാരനോട് പറഞ്ഞു, ഈ അങ്ങാടിയിൽ 25 റൂം അങ്ങനത്തെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഓരോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ,
25 റൂം അങ്ങനത്തെ ഉണ്ടെങ്കിൽ 25 പൈസക്കാർ അത് വാടക കൊടുത്തിട്ടുണ്ട്. ഓനും കുട്ടികളുണ്ട്. 25 റൂം അങ്ങനെ ഉണ്ടെങ്കിലേ അങ്ങാടിയിൽ ബിൽഡിങ്ങിലെ 25 മുതലാളിമാർ ആ കുട്ടികൾക്ക് വാടക കൊടുത്തിട്ടുണ്ടല്ലോ. ആ വാടക വാങ്ങിങ്ങാണ്ടേ അവനാന്റെ കുട്ടിക്ക് തിന്നാൻ കൊടുത്തിട്ട് ഓല് സ്വാലിഹാകണം, മരിച്ചോടത്ത് ഓതണം, കബറിങ്ങക്ക് വരണം എന്ന് പറഞ്ഞങ്ങാണ്ട് പള്ളിക്കൊക്കെ 1100 റുപ്യ കൊല്ലത്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. വരുമാനം പറ്റുമോ നോക്കണ്ടേ എങ്ങനത്തെ വരുമാനമാണ് എന്ന്. അപ്പൊ അങ്ങാടിയിൽ വാടകയ്ക്ക് റൂമുണ്ട് എന്ന് പറയുമ്പോൾ കുട്ടികളെടുത്തു എന്നുള്ളത് ശരിയാണ്. കൊടുത്ത ആളും കൂടി ഉണ്ടല്ലോ, കൊടുത്ത ആളുണ്ടല്ലോ. ആ കൊടുത്ത പൈസ കൊണ്ട് ഓന്റെ കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ. അത് എവിടുക്കെത്തുക? സമൂഹം ഇന്ന് കേടുവരുന്നതിൻ്റെ മർമ്മപ്രധാനമായ കാരണം വരുമാനം കേടുന്നതാണ്, വേറൊന്നുമല്ല. പറയാതിരുന്നിട്ട് എന്താ കാര്യം? പൈസക്കൊരു കുഴപ്പമില്ല കേട്ടോ, പണത്തിന് ഞാൻ അതിലല്ല. എല്ലാവരും നല്ലോണം പൈസ ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എല്ലാവരും നല്ല പൈസ ഉണ്ടാക്കണം. പൈസക്കല്ല ശരിക്കും കുഴപ്പം. മുഹമ്മദ് നബി പൈസക്കാരനാന്ന് വല്ലുഹ സൂറത്തിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണക്കാരനായിരുന്നു എന്ന് വല്ലുഹ സൂറത്തിലുണ്ട്. ആര് തിരഞ്ഞു നോക്കിയാലും കാണും. എവിടെയെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തിരഞ്ഞു നോക്കിക്കോളി, കണ്ടില്ലെങ്കിൽ അപ്പോൾ ബന്ധപ്പെട്ടാൽ മതി, അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പൈസക്കാരനായിരുന്നു. പണ്ട് പൈസ കുറവുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ വലിയ മുതലാളിയായി എന്ന് വല്ലുഹ സൂറത്തിൽ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ ടെൻഷൻ അനുഭവിച്ചു. ആ സമയത്ത് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹ വല്ലൈലി. ഒരു ചെറിയൊരു മാനസിക പ്രയാസം ഉണ്ടായി, ചെറിയൊരു ടെൻഷൻ. ടെൻഷൻ നമ്മളെ ഭാഷയിൽ പറയാണ്. അതേസമയത്ത് നബിതങ്ങൾ ആപേക്ഷികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ടെൻഷൻ ആയിക്കോണമെന്നില്ല. നമ്മളെ ഭാഷയെ പറയുമ്പോൾ അതാണെന്നേ ഉള്ളൂ. ആ സമയത്ത് നബിതങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ഇറങ്ങിയ സൂറത്താണ് വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ അഖല. ളുഹ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല എന്ന് തൽസമാത്തിന്റെ കിതാബിലുണ്ട്. ളുഹ നിസ്കാരത്തിൽ ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് പൈൽസ് ഉണ്ടാവില്ല. ഒക്കെ കൂടിയും തമ്മിൽ ഇങ്ങനെ കുറെ ബന്ധമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതന്നെ സംഗതി. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാധാനിപ്പിച്ചുകൊണ്ടും നബി തങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടും ഇറങ്ങിയതാണ് വല്ലുഹ സൂറത്ത്. അതിൽ നബിയെ നിങ്ങൾ പൈസക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഇങ്ങനെ പിന്നാക്കം പോന്നാൽ ആർക്കാ പൈസ കുറവുണ്ടായിട്ടുള്ളത്? ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി ചരക്ക് കപ്പലുണ്ടായിരുന്നു. ഒരിക്കൽ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങളെ കപ്പല് കൊള്ളക്കാർ പിടിച്ചിട്ടുണ്ട് പറഞ്ഞു. അതിൽ മൂപ്പർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. പിന്നെ കുറച്ച് കഴിഞ്ഞേക്കിന് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, പിന്നെ ആ പിടിച്ച കപ്പൽ നിങ്ങളതല്ല വേറെ ആരതാണ് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതെന്തിനപ്പോൾ ഞാൻ പറഞ്ഞു എന്നറിയാം, നിങ്ങൾ കപ്പലുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് പറഞ്ഞതാണ്. ഗൗസുൽ ആദം 470 ഹിജ്റ 470 മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാലഘട്ടം. ഹിജ്റ 470. 25-ാമത്തെ വയസ്സിൽ ആദ്യമായി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. 25-ാമത്തെ വയസ്സിലാണ് നാട് വിടുന്നത്. 25 കൊല്ലം ഉമ്മാൻ്റെ അടുത്ത് നാട്ടിലായിരുന്നു. 25 വയസ്സിന് ശേഷം നാട് വിട്ടു. നാട് വിട്ടിട്ട് ആദ്യമായി ആരംഭിച്ചത് കച്ചവടമായിരുന്നു. റോഡ് സൈഡിൽ വെള്ളക്കച്ചവടമായിരുന്നു ആദ്യം തുടങ്ങിയത്. അങ്ങനെ വീണ്ടും 25 കൊല്ലം കച്ചവടവും പഠനവുമായി നടന്നു. 50 വയസ്സ് 40 കൊല്ലം വയല് പറഞ്ഞു, അപ്പോഴും കച്ചവടമുണ്ട്. 90 വയസ്സ് വരെ ജീവിച്ചു. മഹാനായ ഗൗസുൽ ആദം സുൽത്താൻ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയെന്ന ഏകൽ കേട്ടാരേയിരുന്നോവർ 40 ആണ്ടോളം വയല് പറഞ്ഞോവർ നന്നായി 90 കൊല്ലം ഇരുന്നോവർ. 90 കൊല്ലം ജീവിച്ചു. 25-ാമത്തെ വയസ്സിൽ കച്ചവടം തുടങ്ങി. നല്ല പൈസക്കാരനായിരുന്നു. പൈസക്കല്ല കുഴപ്പം, പൈസ കൈകാര്യം ചെയ്യുന്ന മനസ്സിനാകുന്നു പ്രശ്നം. പൈസക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പൈസ കൈകാര്യം ചെയ്യണ മനസ്സ് കേടെന്നാൽ പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരേ മാതിരിയാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലോണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.
പൈസ ഉണ്ടാവണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഉണ്ടാക്കണം, പക്ഷെ എന്താ വെച്ചാൽ സൂക്ഷ്മത പാലിക്കണം. സമ്പത്ത് കേടുവന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം. എന്താ സമ്പത്ത് കേടുവരാന്ന് പറഞ്ഞാല് യത്തീമിന്റെ മുതൽ അപഹരിച്ചത് ബർക്കത്തുണ്ടാവില്ല. അത് തിന്നാൻ കൊടുത്താൽ കുട്ടികൾ കേടുവരും. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയത് വല്യാപ്പ വഖഫ് ചെയ്തു തരുന്നു. പിന്നെ നോക്കുമ്പോൾ റിക്കാർഡൊന്നും കാണാനില്ല, റിക്കാർഡില്ലാതെ തരൂല എന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയാലേ അതുകൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്താലും ഒരു നേരാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ തന്നെ. സ്ത്രീകളുടെ ആഭരണങ്ങൾ സമ്മതമില്ലാതെ എടുത്തത്, സ്ത്രീകളുടെ ആഭരണം സമ്മതമില്ലാതെ എടുത്തുകൊണ്ടേറ്റ് വിറ്റിക്കുക. സ്ത്രീകളുടെ ആഭരണം എടുക്കാം, പക്ഷെ നല്ലോണം സമ്മതം വേണം. വാപ്പ മരിച്ചിട്ട് മുതലൊരുക്കുമ്പോൾ അടുക്കളയിൽ നിന്ന് ഉമ്മ വിളിച്ചറിയാണ്, കുട്ടികളെ ഇമ്മാക്ക് റോഡ് സൈഡിൻ്റെ ആ ചാരിയിട്ടൊരു 3 സെൻറ്റും കൂടി ഏറെ അളന്നിട്ടാളി. വാപ്പ പണ്ട് ഖത്തർക്ക് പോയത് ഉമ്മാൻ്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിക്കോട്ടെ കേട്ടോ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഖത്തർക്ക് പോകണ അന്ന് മണിക്കാതിലെ കൊടുത്തത് മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടിട്ടല്ല. ആണെങ്കിൽ ഇപ്പം അതിൻ്റെ കണക്ക് പറയാൻ പാടില്ലല്ലോ. തൃപ്തിപ്പെട്ട് കൊടുത്തതിൻ്റെ കണക്ക് പറയാൻ പാടില്ല. ചില സ്ഥലത്ത് ക്ലാസ് എടുക്കാനോ വാഴ തരാനൊക്കെ ചെന്നാൽ ആൾക്കാർ വന്നിട്ട് പറയും, ഈ പള്ളിപ്പറമ്പൊക്കെ എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതാണ്. ഓൻ്റെ വല്യാപ്പാക്ക് തന്നെ അതിൽ അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓന് തീരെ അവകാശമില്ല. പിന്നെന്താ പറയേണ്ട ആവശ്യം? വല്യാപ്പാൻ്റെ വാപ്പ കൊടുത്തതോടുകൂടി അതിൻ്റെ അവകാശം നീങ്ങി, അതിൻ്റെ മിൽക്ക് അള്ളാഹുവിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ഓൻ്റെ വല്ലിപ്പാക്ക് അവകാശമില്ല, വാപ്പാക്ക് തീരെ അവകാശമില്ല, ഓൻ ഒട്ടും അവകാശമില്ല. പിന്നെ എന്തിനത് കാണുന്നവരോടൊക്കെ പറയേണ്ട ആവശ്യം? ഇതൊക്കെയാണ് നമ്മളെ പരിപാടി പറഞ്ഞത്. അതെന്തേ സംഗതി? വല്യാപ്പാൻ്റെ വാപ്പ അന്നാ കൊടുത്തതേ അത്രയിട്ടൊന്നും കൊടുക്കേണ്ടിന്നില്ല എന്ന് മനസ്സിലുള്ള അതാണ് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് ആ കാണുന്നതൊക്കെ എൻ്റെ വാപ്പ കൊടുത്തത്, വല്യാപ്പ കൊടുത്തതാണ് എന്ന് ആ പറഞ്ഞതിൻ്റെ ഉള്ളിൽ അതിരിക്കുന്നുണ്ട്. എന്ന മാതിരിയാണ് മുതലൊരുക്കുമ്പോൾ പെണ്ണുങ്ങളെ വർത്താനം. അപ്പോൾ മനസ്സറിഞ്ഞ് തരാൻ വളരെ പ്രയാസമാണ്. അതേസമയത്ത് മനസ്സറിഞ്ഞ് തന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് എടുക്കൊത്തൂല. ഇതന്നെ സംഗതി. പലിശയുടെ സമ്പത്ത് കൊണ്ട് ഇടപാട് നടത്തിയത്, പലിശന്റെ പൈസ കൊണ്ട് ഇടപാട് നടത്തിയത് ബർക്കത്തുണ്ടാവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇതിപ്പോൾ അങ്ങാടിയിലെ 4 പീഡി റൂമും വാടക കിട്ടാനുള്ള 2 കോട്ടേഴ്സും അത്യാവശ്യം ഇങ്ങനെ വട്ടച്ചെലവൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റൊക്കെ കൂടി ആയി വന്നപ്പോഴേക്കേ അറബി ഏകദേശം യത്തീങ്ങാനെ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ട്. മെലിഞ്ഞിട്ട് മേശൻ്റെ അടിയിൽ കൂടെ കൈയിട്ട് വലിച്ചു തരുന്നേ. ഇങ്ങനെ കുട്ടികളെ വരാകാം. അതുകൊണ്ട് വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ അംഗീകരിച്ചാലും വേണ്ടില്ല, അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ പറയാനുള്ളത് പറയും. വരുമാനം കേടുവന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. 5 വക്തിനും പള്ളിക്കണ്ട്, സുബഹിക്ക് മുടങ്ങാതെ ഉണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആൻ ഓതും. അത് കഴിഞ്ഞിട്ട് പോയിങ്ങാണ്ടേ സൂപ്പർ മാർക്കറ്റ് തുറന്നിച്ചിട്ടേ ചൈനയിൽ നിന്ന് സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കുക. അങ്ങനെ ഉണ്ടാക്കിയ മുതല് നേരാവൂല, അത് തിന്ന കുട്ടികൾ നേരാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വരുമാനം നല്ലോണം സൂക്ഷിക്കണം, നല്ലോണം സൂക്ഷിക്കണം. 1000 ഉറുപ്പ്യക്ക് പണിയെടുത്തിട്ട് 990 ഉറുപ്പ്യ വാങ്ങിങ്ങാണ്ട് ജീവിച്ചാൽ ബറക്കത്ത് കൂടുതലാണ്. 1000 ഉറുപ്പ്യക്ക് ജോലി ചെയ്തിട്ട് 1500 ഉറുപ്പ്യക്ക് വാശി പിടിച്ചാൽ ബറക്കത്ത് നഷ്ടപ്പെടും. തരുന്നവന്റെ സംതൃപ്തി വളരെ പ്രധാനമാണ്. പൈസ തരുന്ന ആളെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എങ്ങനെയാലും ഉണ്ടാക്കിയാൽ മക്കൾ കേടുവരും. ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 2 എണ്ണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള സ്നേഹമാകുന്നു. രണ്ടാമത്തേത് കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പാകുന്നു. 2 കാരണമാണ്. അസ്രായീൽ അലൈഹിസ്സലാം അങ്ങോട്ട് വന്നിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, എന്നെ കൊണ്ടാവാൻ വന്നതാണ്, പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. ആർക്കെപ്പോഴും സംഭവിക്കാന്നാണല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ അസ്രായീലാണ്, പോകല്ലേ എന്ന് ചോദിച്ചാൽ എന്തേക്കാരം നമ്മളെ മറുപടി?
വേണ്ട, നമ്മൾ വെറുതെ സങ്കല്പിക്കുക. നാളെ ഈ നേരം ആകുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് റെഡിയാകാം എന്നെങ്കിലും പറയാവുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടോ? അങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതല്ല, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വന്നാൽ എങ്ങനെ? നാളെ ഈ നേരം ആര്യസ്കാരം കഴിയുമ്പോഴത്തിന് വന്നോളി, അപ്പോത്തിന് ഞാനൊക്കെ ഒന്ന് ലെവലാക്കാം. വേണ്ട, അടുത്ത വെള്ളിയാഴ്ച രാവിലെ വന്നോളി, അപ്പോത്തിന് ഞാൻ റെഡിയാകാമെന്ന് പറയാൻ നമുക്ക് കഴിയോ? വേണ്ട, അടുത്ത മാസം ഈ ഡേറ്റിന് വന്നോളി, അപ്പോത്തിന് ഞാൻ ഒക്കെ ഒരു ലെവലിലെത്തിക്കാം എന്ന് പറയാൻ കഴിയോ? അതും വേണ്ട. അടുത്ത കൊല്ലം ഈ തീയതിക്ക് വന്നോളി എന്ന് പറയാനെങ്കിലും തയ്യാറുണ്ടോ? ഇല്ല. അള്ളാഹുവിൻ്റെ ആൾ ആരാണ് എന്നതിന് സൂറത്തുൽ ജുമയിൽ ഒരു അടയാളം പറയുന്നുണ്ട്. ആളുകൾ പറയും ഞാൻ അള്ളാഹിൻ്റെ ആളാണ്, പടച്ചോൻ്റെ ആളാണ്, പടച്ചോൻ എന്നോടും നല്ല ഇഷ്ടമാണ്, എനിക്ക് പടച്ചോനൊന്നോടും നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയും ചില ആൾക്കാർ. അള്ളാഹുവിൻ്റെ ആളുകളെ തിരിച്ചറിയാൻ ഒരടയാളമുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജുമയിൽ പറഞ്ഞിട്ടുണ്ട്. ആ അടയാളം നബിയെ നിങ്ങൾ അവരോട് പറയുക, ഫതമന്നഉൽ മൗത ഇൻ കുന്തും സാദിഖീൻ. അള്ളാഹുവിൻ്റെ ആളുകളാണ്, റബ്ബാനിയാക്കളാണ്, റബ്ബിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളോട് നബിയെ നിങ്ങളൊന്ന് പറയൂ, ഫതമന്നഉൽ മൗത, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മരിക്കാൻ തയ്യാറായി കാണി എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാം എന്താണ് അവരുടെ അവസ്ഥ എന്ന്. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം. ദുനിയാവ്, ഇത് പറഞ്ഞതിന് ദുനിയാവ് വേണ്ടാന്നൊരിക്കലും അർത്ഥമില്ല കേട്ടോ. അദ്കിയയില് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സുഹദ് എന്ന് പറഞ്ഞാൽ മുതൽ ഇല്ലാതിരിക്കലല്ല, മുതലുമായി ഖൽബിന്റെ ബന്ധം ഇല്ലാതിരിക്കലാകുന്നു എന്ന്. സത്യത്തിൽ സമ്പത്തിനേക്കാൾ നമ്മൾ ഭയപ്പെടേണ്ടത് ഫഖറാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു ഹർക്കത്തുമില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ട്. എന്നാ എല്ലാവരും എൻ്റെ ഒപ്പം ഒരു യാ നബി ചൊല്ലിട്ടോ. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും.